ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാം. ഈസിയായി തന്നെ ഉണ്ടാക്കാം. കുഴലൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നമുക്ക് ചുരുട്ടിയിട്ട് കുഴലപ്പം ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ 4 കപ്പ് വറുത്ത പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തതാണ്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ 4 കപ്പ് വെള്ളം വേണം. സെയിം അളവ് തന്നെ എടുക്കണം. വെള്ളം നന്നായി ഒന്ന് നമുക്ക് തിളപ്പിക്കാൻ അടുപ്പ് വെക്കണം. എളുപ്പം തന്നെ ഉണ്ടാക്കാം, ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടൊക്കെ കുഴൽ കൊണ്ടൊക്കെ ചുരുട്ടും, അത് നീളത്തിൽ വലിയതായിരിക്കും. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചെറിയ പാകം പോലെ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്മസ് സ്പെഷ്യലാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വെള്ളം തിളയ്ക്കട്ടെ. അപ്പം മിക്സിയിൽ കുറച്ച് തേങ്ങ, ഒരു അരമുറി, ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10-12 ചെറിയ ഉള്ളി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 2 സ്പൂൺ ജീരകം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. കൂടുതൽ വെള്ളം ആകണ്ട. ഈ മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 സ്പൂൺ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഓമം, എള്ള് ഒക്കെ ചേർത്താൽ നന്നായിരിക്കും. ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് നോക്കിയിട്ട് ഒഴിക്കാം. നമുക്ക് ഈ കരണ്ടിൻ്റെ വാല് കൊണ്ട് ഇളക്കാം. അപ്പോൾ പെട്ടെന്ന് ഈസിയായി കുറച്ച് ഇളക്കാൻ കിട്ടും. മാവ് ടൈറ്റ് ആകണ മുമ്പ് വേഗം ഒന്ന് നന്നായി ഒന്ന് കലർത്തി ഇളക്കണം. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ 4 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. 2 കപ്പാണെങ്കിലും കുഴപ്പമില്ല, എത്ര വേണമെച്ചാൽ അതുപോലെ എടുക്കാം. മാവ് ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കൈ പൊള്ളാതെ വേഗം ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വേഗം നന്നായി കുഴക്കണം. 10 മിനിറ്റ് നന്നായി സ്മൂത്തായി കുഴക്കണം. കുഴക്കുന്നതോറും അപ്പം നല്ല ടേസ്റ്റിൽ വരും. ലേശം ഒന്ന് എണ്ണയൊന്ന് തൂക്കി കൊടുക്കാം, വെളിച്ചെണ്ണ. കയ്യിൽ ഒട്ടാതെ വൃത്തിയായി വരുന്നുണ്ട്. പരത്തിയെടുക്കാം നമുക്ക്. അതിക്ക് ഈ പലകയിലേക്ക് കുറച്ച് എണ്ണയും ഈ ഉരുട്ടുന്നതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. പെട്ടെന്ന് ഒട്ടാതെ ഇരിക്കണം. അതിനാണ് നമ്മൾ മാവൊന്നും തൊടുന്നില്ല. ഈ എണ്ണ ലേശം ഒന്ന് തൊട്ടിട്ട് ചെറുതായി ഒന്ന് തട്ടി കൊടുക്കാം. ഞാൻ 2-3 ടൈപ്പിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഈസി അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് റൗണ്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക. ഒരു വിരൽ കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ല ചൂടുണ്ട്. നമുക്ക് ഈ ചൂട് ആറുമ്പോഴേക്ക് തന്നെ ഇത് പെട്ടെന്ന് ഈ റോളൊക്കെ മുഴുവൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയായി. ഇത് ഒന്നുകൂടി കുറച്ച് ചെറുതാണിത്, അത്രയും വലിപ്പമില്ല. ഒന്ന് ഷേപ്പാക്കി ഭംഗിയാക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കനം ഉണ്ടാകണം. കൂടുതൽ കനമില്ലാതെ പാടില്ല. കുറച്ച് ചെറിയൊരു കനം തന്നെ ഞാൻ കാണിച്ചെന്ന് ആ കനം ഉണ്ടാകുന്ന കണ്ട. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതാ ഇനി ഒരു ടൈപ്പും കൂടി കാണിച്ചു തരാം. ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ വേണമെച്ചാൽ നിങ്ങൾക്കൊന്ന് കുഴൽ വെച്ച് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇതങ്ങനെ 3 ടൈപ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്മസിൻ്റെയൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്ക് കേടുവരില്ല, കുട്ടികൾ നന്നായി കഴിച്ചോളും. ഗസ്റ്റൊക്കെ വരുമ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നേക്കാളും നേരത്തെ ഉണ്ടാക്കാം. ഇതൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ ശേഷം ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കണം.
തീ കുറച്ച് വെച്ചിട്ട് മെല്ലെ ആ വെള്ളത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും, അത് പോണത് വരെ നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയ ശേഷം വറുത്ത് കോരി എടുത്ത് വെക്കണം. ഒരു മാസം എടുത്ത് വെച്ചാലും കേട് വരില്ല. നല്ല ആ ഉള്ളിൻ്റെയും വെള്ളുള്ളിൻ്റെയും ജീരകത്തിൻ്റെയും നല്ല മണം ഉണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാകും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ കാണണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നന്നായി ഒന്ന് എണ്ണ വാർത്തെടുത്തിട്ട് എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് കോരി എടുക്കാം. പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വലിയ നീളത്തിലുള്ള അപ്പങ്ങളാണ് കടകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് അവർ കുഴല് കൊണ്ട് ചെയ്യുന്നത്. നമുക്ക് വീട്ടാവശ്യത്തിന് പാകം പോലെ ചെറിയ പാത്രത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വിരലിൽ ചുറ്റുന്ന അത്രയും വലിയ റോള് മതി. എല്ലാ ബിഗിനേഴ്സിനും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നല്ല പോലെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. താങ്ക് യു.